കണ്ണൂരിലെ കടമ്പൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ പേരിൽ മാനേജ്മെന്റ് നടത്തുന്നത് വൻ പണപ്പിരിവ്. വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് പുല്ലുവില നൽകിയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ലക്ഷ്യങ്ങൾ പിരിച്ചെടുക്കുന്നത്. പണം നൽകാത്ത കുട്ടികളെ വേർതിരിച്ചാണ് ക്ലാസുകൾ നടത്തുന്നതും. റിപ്പോർട്ടർ SIT അന്വേഷണ പരമ്പര തുടരുന്നു. എയ്ഡഡ് കൊള്ള. ഭീകരമായ കൊള്ള. പണം മാത്രം മാനദണ്ഡമാക്കി കുട്ടികളെ വേർതിരിക്കുകയാണിവിടെ. പുതിയതായി ഒരു കുട്ടി അഡ്മിഷൻ എടുക്കണമെങ്കിൽ ചിലവഴിക്കേണ്ടത് 10,000 രൂപയിലധികമാണ്. പുതിയ കുട്ടിയെ ചേർക്കാൻ എന്ന പേരിൽ ഞങ്ങൾ പോയി. ഹെഡ് മാസ്റ്റർ പറഞ്ഞത് കേൾക്കുക. ഫീ വരുന്നത് 4,050 രൂപയാണ് ഒരു വർഷത്തേക്ക്. 1,050 രൂപയാണ് ബസ് ഫീസ് വരുന്നത്. പിന്നെ നമുക്കൊരു ഡിജിറ്റൽ ക്ലാസ് ഉണ്ട്. ഡിജിറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡിന് പകരം ഡിജിറ്റൽ ബോർഡാണ്. അപ്പോൾ അവർക്ക് വീഡിയോസും കാര്യങ്ങളും കണ്ട് പഠന സംബന്ധമായ എല്ലാം ആ രീതിയിലേക്ക് ആണ് പഠിപ്പിച്ചു കൊടുക്കുക. അത് താല്പര്യമുണ്ടെങ്കിൽ അത് ഓപ്ഷനാണ്, അത് ചൂസ് ചെയ്യുന്നതാണെങ്കിൽ 3,000 രൂപയാണ് ഒരു വർഷത്തേക്ക് നടക്കേണ്ടത്. ഇതാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. പറയുന്നത് ഡിജിറ്റൽ ബോർഡ് ഉപയോഗിക്കണമെങ്കിൽ 3,000 രൂപ വീതം ഓരോ കുട്ടിയും നൽകണം. കേരള വിദ്യാഭ്യാസ ചട്ടം കാറ്റിൽ പറത്തി കുട്ടികളെ വേർതിരിച്ചുള്ള പ്രത്യേക വിദ്യാഭ്യാസം നഗ്നമായ നിയമലംഘനമാണത്. 2021-22 അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളിൽ നിന്നും ഡിജിറ്റൽ ബോർഡ് എന്ന പേരിൽ പണം പിരിക്കുന്നുണ്ട്. 2022-23 2023-24 ശരാശരി 1,500 വിദ്യാർത്ഥികളിൽ നിന്ന് 3,000 രൂപ വീതം പിരിച്ചെടുത്തു. ഇതിന്റെ തെളിവുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. പ്രതിവർഷം 45 ലക്ഷത്തിനു മുകളിലാണ് ഡിജിറ്റൽ ബോർഡിലൂടെ മാനേജ്മെന്റ് പിരിച്ചെടുക്കുന്നത്. 3 വർഷം കൊണ്ട് മാത്രം പിരിച്ചെടുത്തത് 1,35 ലക്ഷം രൂപ. സ്ഥാപിച്ചത് 35 ലക്ഷം രൂപ മാത്രം വില വരുന്ന ഡിജിറ്റൽ ബോർഡുകളും. ഈ അധ്യയന വർഷവും ഈ പിരിവ് മാറ്റമില്ലാതെ തുടരുകയാണിവിടെ. ഓരോ വർഷവും ലക്ഷങ്ങൾ കൊള്ളലാഭം കൊയ്യുന്നതിനോടൊപ്പം മാനേജ്മെന്റ് പണം മാനദണ്ഡമാക്കി കുട്ടികളെ വേർതിരിക്കുന്നുവെന്നത് അതീവ ഗുരുതരമായ നിയമലംഘനം കൂടിയാണ്. പണമുള്ളവന്റെ മക്കളുടെ പഠനം പുതുമോടിയിൽ തന്നെയാവണം. പണമില്ലാത്തവൻ്റെ മക്കൾ പഴയത് തന്നെ പഠിച്ചാൽ മതി. അത്രയൊന്നും ഡിജിറ്റൽ ആവേണ്ട. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയാണ്. എയ്ഡഡ് കൊള്ളയെ പിടിച്ചുകെട്ടാൻ ഇന്നാട്ടിൽ സംവിധാനങ്ങളില്ലേ? റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അർജുൻ കല്യാട് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ വേദനയുള്ളൊരു വാർത്ത കൂടിയാണ്. കാരണം അർജുൻ കല്യാട്, പണമില്ലാത്തതിൻ്റെ പേരിൽ വേർതിരിഞ്ഞിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട്. ഇതൊരു സാമൂഹിക വിഷയം കൂടിയാണ്. ഈ പരാതികൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതരെതിരെ കണ്ണടയ്ക്കുന്നത്? തൃശ്ശൂരിൽ നമ്മൾ കണ്ടു, ഇപ്പോൾ ഇതാ കണ്ണൂരിലും എയ്ഡഡ് കൊള്ളയുടെ വാർത്ത. ഇത് അർജുൻ, കടമ്പൂരിലെ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പരാതി ഉയർന്നിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാവും? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളത് മാത്രമല്ല, ഒരു എയ്ഡഡ് സ്ഥാപനം കൂടിയാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിലാണ് ഇത്തരത്തിൽ ഭീകരമായ കൊള്ള ഓരോ ദിവസവും അല്ലെങ്കിൽ അനുദിനം എന്നോണം അതിൻ്റെ ഓരോ തെളിവുകൾ നമ്മളിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരമായിട്ടുള്ള കൊള്ളയാണ് അവിടെ നടക്കുന്നത്. അതിന് പുറമെ അതിലും അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് കുട്ടികളെ ഒരു സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത്തരത്തിൽ കുട്ടികളെ വേർതിരിച്ചിരുത്തിയുള്ള വിദ്യാഭ്യാസം. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പാടില്ല. അത് പണം മാനദണ്ഡമാക്കി പ്രവർത്തിക്കുന്നു എന്നത് തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള കാരണമാണ്. കേരള എഡ്യൂക്കേഷണൽ റൂൾ KERൻ്റെ നഗ്നമായിട്ടുള്ള ഒരു ലംഘനം കൂടിയാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഡിജിറ്റൽ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3,000 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്ന് പിരിക്കുന്നത്. അത് പരമാവധി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കണമെന്ന് ആ സ്കൂളിലെ അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ തന്നെ ആ സ്കൂളിലെ അധ്യാപകരിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ വിദ്യാർത്ഥികളെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ അധ്യാപകനും മാനേജ്മെൻറ്റും ഈ വിദ്യാലയത്തിലെ അധ്യാപകരെയെല്ലാം കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. അങ്ങനെ മാത്രമേ കൂടുതൽ പണം ഈ അധ്യാപകർക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി കണ്ടത്. ഇതിൻ്റെ ഭാഗമായി ആകെ ഈ മാനേജ്മെൻറ്റിന് ചിലവ് വരുന്നത് 35 ലക്ഷം രൂപയാണ്. ഈ 35 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്നത് കഴിഞ്ഞ 2021-22 വർഷത്തിലാണ് ഈ പദ്ധതി സ്കൂളിനകത്ത് സ്ഥാപിക്കുന്നത്. ആ സ്ഥാപിക്കുന്നതിൽ തർക്കമില്ല. ഒരു ഡിജിറ്റലൈസ് സംവിധാനം കൊണ്ടുവരുന്നതിൽ നല്ലതാണ്, വളരെ മികച്ചതാണ്. പക്ഷേ അത് ഒരു തരം വിദ്യാർത്ഥികൾക്ക് മാത്രം അല്ലെങ്കിൽ പണം കൊടുത്ത ഒരു വിഭാഗത്തിന് മാത്രം ആ വിദ്യാഭ്യാസം നൽകുന്നു എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. 2021-22 22-23 23-24 അങ്ങനെ 3 അധ്യയന വർഷത്തിൽ ഈ
3000 രൂപ വെച്ച് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട്. ശരാശരി 1500 വിദ്യാർത്ഥികളിൽ നിന്ന് ഏകദേശം 6000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ തന്നെ 3800ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ശരാശരി 1500 വിദ്യാർത്ഥികളിൽ നിന്നും ഇത്തരത്തിൽ 3000 രൂപ വീതം പിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1,35,00,000 രൂപ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം ഇത് പിരിച്ചെടുത്തു. അതിന് ചെലവ് വരുന്നതോ 35 ലക്ഷം രൂപ. ബാക്കി 1 കോടി രൂപ എങ്ങോട്ട് പോയി എന്നുള്ള ആശങ്കയാണ്, അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നുള്ള സംശയമാണ് പല രക്ഷിതാക്കളും പങ്കുവയ്ക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇവർക്കെതിരെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ തൊടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമെല്ലാം മടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും പല ഘട്ടങ്ങളിൽ നമുക്കും തോന്നിയിട്ടുണ്ട്. അരുൺകുമാർ. ഓക്കെ അർജുൻ, ഇതാണ് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇത് തൃശ്ശൂരിൽ മാത്രമല്ല, അർജുൻ കല്യാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ എയ്ഡഡ് കൊള്ള പലയിടങ്ങളിലും പല രൂപത്തിലാണ് നടക്കുന്നത്. ഇവിടെ നോക്കൂ, ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ പേരിൽ 3000 രൂപ പിരിക്കുന്നു എന്നതുകൊണ്ടല്ല, ആ പണം കൊടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ മാറ്റിയിരുത്തി പഠിപ്പിക്കുന്നു എന്നുള്ളത് KERന്റെ നഗ്നമായ ലംഘനമാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും അധികൃതരുടെ ശ്രദ്ധ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പതിയണം. അവിടെ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് മനോവിഷമം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിലും, മനോവിഷമം ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും വിദ്യാർത്ഥികളെ വേർതിരിച്ചിരുത്തി പണം പിരിവ് നൽകാത്തതിൻ്റെ പേരിൽ പഠിപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. 1 കോടി രൂപയിലധികം പിരിച്ചു കഴിഞ്ഞു. 35 ലക്ഷം രൂപ മാത്രമാണ് ചിലവെന്നും അർജുൻ കല്യാട് പറയുന്നു. തീർച്ചയായും അധികൃതരുടെ കണ്ണ് കടമ്പൂരിലേക്ക് കൂടി വേണം.